എന്താണ് എല്ലാവരും വിശേഷ സുഖല്ലേ? എലക്ഷൻ സമയമല്ലല്ലേ? എലക്ഷന് പലതരം വെറൈറ്റി രീതികളിലുള്ള വോട്ട് അഭ്യർത്ഥനകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അതിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മറ്റൊരു വോട്ട് അഭ്യർത്ഥന ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കിട്ടോ. ജനപക്ഷം സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. എന്റെ ചിഹ്നം തൊപ്പിയാണ്. നിങ്ങൾക്ക് സൗകര്യമുള്ളവർ തൊപ്പിയിൽ വോട്ട് ചെയ്യാം. വോട്ട് ചെയ്തില്ലെങ്കിലും എനിക്ക് വിരോധമില്ല. മനസ്സിലായില്ലോ? 5-ാം നമ്പറാണ്. അതുകൊണ്ട് വോട്ട് ചെയ്യണം. നിന്നെയൊക്കെ വീട്ടിൽ ഇങ്ങനെയാ കാരണന്മാർ പഠിപ്പിച്ചു വിടുന്നത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. സ്വല്പം മാന്യത പഠിപ്പിച്ചു വിടുന്നത് ഞാൻ ഓർത്തത്. കാരണന്മാർ നന്നായാലും മക്കൾ നന്നാവും. അതിനുവേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദ്വാ ചെയ്യാം, നിന്നെയൊക്കെ നന്നാകാൻ വേണ്ടി. വേറെ ഒന്നും പറയുന്നില്ല. മനസ്സിലായോ? സൗകര്യം ഉണ്ടെങ്കിൽ നീ വോട്ട് ചെയ്താൽ മതി. മനസ്സിലായില്ല? ഇതാണ് രാഷ്ട്രീയം. ഇവിടെ ഒരു സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കാൻ അവകാശമില്ല. ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുത്താൽ നീയൊക്കെ ജയിലിൽ പോയി കിടക്കും. മനസ്സിലായോ? എന്റെ മര്യാദ കൊണ്ട് അത് ചെയ്യാത്ത. മനസ്സിലായോ? വർത്താനം പറയുന്നു, എന്നെയാ പേടിപ്പിക്കുന്നത്. ഞാൻ ഈരാറ്റുപേട്ട ജനിച്ചു വളർന്നവനാടാ. ഞാൻ എവിടെ പോകാനാ? ഈരാറ്റുപേട്ടയിൽ ജനിച്ചു വളർന്ന് ഞാൻ എവിടെ പോകാനാടാ? ഇവിടെ തന്നെ കിടക്കും. മനസ്സിലായോ? നീ എന്താ ആര് നേരെ പറഞ്ഞാൽ ഓടുന്നവനല്ലേ ഞാൻ? ആര് പോയാൽ ഓടുന്നവനല്ലേ ഞാൻ? ഇതിന് മുമ്പ് കൂടിയിട്ടുണ്ട്. മനസ്സിലായോ? ഇങ്ങനെ തന്നെ പോവും. മനസ്സിലാക്കിയോ? പിന്നെ വർത്താനം പറയും. ഓടാവുന്നു. നീ ആരെ പേടിപ്പിക്കാൻ വേണ്ടി വർത്താനം പറയും. അപ്പോ നല്ലതായി നിങ്ങൾ സന്മനസ്സുള്ളവർ എനിക്ക് വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ 140 സ്ഥാനാർത്ഥികളിൽ ഏറ്റവും ആദ്യം തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാട്ടെ ഇയാള്. അങ്ങനെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മഹാഭൂരിപക്ഷത്തിൽ ഇപ്രാവശ്യം തോൽപ്പിച്ച് നൽകണമെന്ന് മാത്രമേ ആ നാട്ടുകാരോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഓക്കെ ബൈ.